ബലാത്സംഗത്തെക്കുറിച്ച് വിവാദ പ്രസ്താവനയുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്ന് ഫൂൽ സിംഗ് ഭരയ്യ. സുന്ദരികളായ സ്ത്രീകൾ പുരുഷന്റെ ശ്രദ്ധ തിരിക്കുമെന്നും കോൺഗ്രസ് MLA. ബലാത്സംഗത്തെ ജാതിയും മതവുമായി ബന്ധിപ്പിക്കുകയാണ് ഫൂൽ സിംഗ് ഭരയ്യ. रेप की थ्योरी ये है कि कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है, उसे खूबसूरत अगर लड़की दिखी, सुंदर, अति सुंदर, तो उसका ब्रेन है वो इधर वो विचलित हो सकता है, तो रेप हो सकता है. ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, എത്രമാത്രം വിവാദപരമായ പ്രസ്താവനയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA നടത്തിയിരിക്കുന്നത്? അതിൽ സ്ത്രീ വിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ തന്നെ, ആ പാർട്ടിയെ തന്നെ ലജ്ജിപ്പിക്കുന്നത് കൂടിയല്ലേ? രോഹിണി, തീർച്ചയായും അത്രയേറെ വിവാദപരമായിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശം, ലജ്ജാകരമായിട്ടുള്ള പരാമർശമാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും MLAയുമായിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അത് ഈ ബലാത്സംഗത്തെ ജാതിയും മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ, ഒപ്പം അത്രയധികം ലജ്ജാകരമായിട്ടുള്ള പരാമർശങ്ങളാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ഭരയ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ദളിത് സ്ത്രീകളെ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്ന അത്രയും വിവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ്. അത് വനിതകളെയും ആത്മീയ തലത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഫൂൽ സിംഗ് ഭരയ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന പരാമർശം കൂടി കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ റോഡിലൂടെ പോകുമ്പോൾ അത് പുരുഷൻ്റെ ശ്രദ്ധ തിരിക്കും, അത് ബലാത്സംഗത്തിലേക്ക് വഴിവെക്കും എന്ന അത്രയധികം രാജ്യത്തെ നിയമവ്യവസ്ഥകളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ള മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഇയാൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് വാർത്താസമ്മേളനം നടത്തിയിട്ടുള്ള BJPയുടെ വക്താവ് സാംബിത് പത്രയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. ഇത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെതിരെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഒന്നും ശബ്ദിക്കില്ല എന്നറിയാം. പക്ഷേ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഘോരമായി പ്രസംഗിക്കുന്ന പ്രിയങ്ക വഡ്ര എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? എന്താണ് ഈ കോൺഗ്രസ് നേതാവിനെതിരെ സംഘടനാ തലത്തിൽ അച്ചടക്ക നടപടി എടുക്കാത്തത് എന്ന ചോദ്യമാണ് BJP മുൻപോട്ട് വെച്ചത്. ഏതായാലും അത്രയധികം സ്ത്രീവിരുദ്ധമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന പരാമർശമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും MLAയുമായിട്ടുള്ള ഫൂൽ സിംഗ് ഭരയ്യ നടത്തിയിട്ടുള്ളത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകളെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ആത്മീയ ഗുണം കിട്ടും എന്ന അത്രയധികം അപമാനകരമായിട്ടുള്ള പ്രസ്താവനയും, സുന്ദരികളായ പെൺകുട്ടികൾ പുരുഷന്റെ ശ്രദ്ധ തിരിക്കുമെന്നും അത് ബലാത്സംഗത്തിന് വഴിവെക്കും എന്നുള്ളതുമാണ് ഫൂൽ സിംഗ് ഭരയ്യ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പ്രതികരിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.